ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് ഭാഷയും ആത്മീയതയും എന്ന വിഷയത്തെപ്പറ്റി വളരെ അടിസ്ഥാനപരമായ ചില ചിന്തകൾ, അറിവുകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ താല്പര്യപ്പെടുകയാണ്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ സാധാരണ അവഗണിക്കപ്പെട്ട് ഇരിക്കുന്നു എന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതിൻ്റെ ഒരു കാരണം, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ആത്മീയതയെ നാം ഈ ലോകത്തോട് ബന്ധമില്ലാത്ത വിധത്തിലും യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അകലെ നിൽക്കുന്ന ഏതോ ഒരു വിചിത്ര പ്രതിഭാസമായി, അവസ്ഥയായി നാം കരുതുന്നു എന്നതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എൻ്റെ കാഴ്ചപ്പാടിൽ, അല്ലെങ്കിൽ എൻ്റെ ആത്മീയ ദർശനത്തിൽ, ആത്മീയതയും മനുഷ്യാവസ്ഥയിലുള്ള വിവിധ ഘടകങ്ങളുമായുള്ള ബന്ധത്തെ ഞാൻ നിരന്തരം അന്വേഷിക്കാറുണ്ട്. ഇപ്പോഴും ആ അന്വേഷണം തുടരുകയാണ്. അതുകൊണ്ടാണ് പരക്കെ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ആശയങ്ങളും ആദർശങ്ങളും പ്രത്യേകമായി എൻ്റെ ശ്രദ്ധയിൽപ്പെടുവാൻ ഇടയാകുന്നത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഭാഷയും ആത്മീയതയുമായുള്ള ബന്ധം എന്താണ്? ഒരുപക്ഷെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ, മറ്റേത് മതത്തിൽ ഉള്ളവരേക്കാൾ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഭാഷയും ആത്മീയതയും തമ്മിൽ ബന്ധമില്ല എന്ന ധാരണയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി മറുഭാഷ തന്നെയാണ്. ഈ മറുഭാഷയുടെ ന്യായീകരണത്തിന് വേണ്ടി എപ്പോഴും ഉപയോഗിക്കുന്ന ആ ആശയം, അല്ലെങ്കിൽ ആർഗ്യുമെൻ്റ്, വാദം, സാധാരണ ഭാഷയിൽ സംസാരിച്ചാൽ ദൈവത്തിന് മനസ്സിലാകുകയില്ല, അല്ലെങ്കിൽ ദൈവത്തിന് അത് അസ്വാരസ്യമുണ്ടാക്കും. അതുകൊണ്ട് ദൈവത്തോട് സംസാരിക്കുമ്പോൾ മനുഷ്യൻ്റെ ഭാഷയെ കവിഞ്ഞ് അതിനോട് യാതൊരു ബന്ധവുമില്ലാതെ വെറും ശബ്ദകോലാഹലങ്ങളുടെ ആകത്തുകയായി ഭാഷയെന്ന രൂപേണ ഉപയോഗിക്കുന്ന ഭാഷയല്ലാത്ത ഭാഷയാണ് മറുഭാഷ. അപ്പോൾ അങ്ങനെ മാത്രമേ ദൈവത്തോട് ആശയവിനിമയം നടത്താവൂ എന്ന് ഒരു ജനത വിചാരിക്കുമ്പോൾ അതിൽ സ്വന്തം ഭാഷയോടുള്ള വലിയ ഒരു അതൃപ്തിയും വെറുപ്പും പ്രവർത്തിക്കുന്നുണ്ട് എന്നത് പലപ്പോഴും നാം തിരിച്ചറിയാറില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാഴ്ചപ്പാടിൽ കൂടെയും അനുമാനങ്ങളിൽ കൂടെയും നാം നമ്മോട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന കഠിനമായ ദ്രോഹങ്ങളുടെ വലിപ്പം എത്രയാണ് എന്ന് നമുക്ക് അറിവില്ല. നിങ്ങൾ മറുഭാഷ പറയുന്ന ആളുകളെ ഒന്ന് ശ്രദ്ധിച്ചാൽ, ഞാൻ ഇത് നമ്മുടെ വിഷയത്തോട് വളരെ അടുത്തു നിൽക്കുന്നതും ഇത് മനസ്സിലാക്കാൻ അനിവാര്യവുമായ ഒരു ഘടകമായതുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. ആരെയും കൊച്ചാക്കാനോ കളിയാക്കാനോ ഒന്നുമല്ല. നിങ്ങൾ മറുഭാഷ പറയുന്ന ആളെ ശ്രദ്ധിച്ചാൽ തീർച്ചയായും ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും: അവർ ബൗദ്ധികമായ വികസനം അല്പം പോലും പ്രാപിക്കുവാൻ കൂട്ടാക്കാത്തവരാണ്. രണ്ടാമത്, അവർക്ക് അവരുടെ മാതൃഭാഷയോടും ലോകത്തിലെ ഒരു ഭാഷയോടും പ്രത്യേകമായ താല്പര്യമോ ബഹുമാനമോ ഒരു ഭാഷയിലും വേണ്ട പോലെയുള്ള പ്രാവീണ്യമോ ഉള്ളവരല്ല. ഇത് പറയുമ്പോൾ പറഞ്ഞുകൂടാത്ത ഭാഷയിൽ ഞാനത് അവതരിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങളെന്നോട് ക്ഷമിക്കണം, പക്ഷേ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. സാംസ്കാരികമായി ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വികസനം പ്രാപിക്കാത്ത വ്യക്തികളാണ് ബഹുഭൂരിപക്ഷവും ഈ മറുഭാഷയിൽ കസർത്ത് നടത്തുന്നത് എന്നത് വളരെ പ്രകടമായ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. There is a direct correlation between the eagerness to resort to speaking in tongues and manifest cultural underdevelopment. ഇത് ക്രിസ്തീയ സമൂഹം പ്രത്യേകം തിരിച്ചറിയേണ്ടതാണ്. നമ്മുടെ പൊതുവായ ധാരണയിൽ ഈ മറുഭാഷ വെച്ച് കീഴ്ച്ചുന്നവൻ ഏതാണ്ട് വലിയ ആളാണ് എന്നൊരു ധാരണയാണ്. വാസ്തവം നേരെ മറിച്ചാണ്.
തികച്ചും പീറകളാണ്. ബൗദ്ധികമായും സാംസ്കാരികമായും ആധ്യാത്മികമായും ധാർമ്മികമായും അല്പം പോലും വികസനം പ്രാപിക്കാത്ത വ്യക്തികളാണ്. അവരുടെ ന്യൂനതകൾ മറച്ചു വയ്ക്കാനുള്ള അത്തിയില പോലെയാണ് ഈ മറുഭാഷാ പ്രയോഗം, മറുഭാഷാ കസർത്ത് നടത്തുന്നത്. അതിന് സംബന്ധമായിട്ടുള്ള ക്രിയകൾ നടത്തുന്നത്. ഇതിനെ സൂചിപ്പിച്ചുകൊണ്ട് ജർമ്മൻ ഫിലോസഫറായിരുന്ന നീറ്റ്ഷെ പറഞ്ഞത്, വൈൽഡ് ജിംനാസ്റ്റിക്സ് ഓഫ് എക്സ്ട്രീം ഹിഡിയസ്നെസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. വൈൽഡ് ജിംനാസ്റ്റിക്സ് ഓഫ് എക്സ്ട്രീം ഹിഡിയസ്നെസ്, എക്സ്ട്രീം വൾഗാരിറ്റി. പോട്ടെ, അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. ഈ സമയത്ത് മനസ്സിൽ അത് ഓർമ്മ വന്നുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് മാത്രം. ഇനിയും രണ്ടാമതായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ ഏത് മതം പരിശോധിച്ചാലും അതിൻ്റെ ഗ്രന്ഥങ്ങളിൽ പൊതുവെ നിറഞ്ഞു നിൽക്കുന്നൊരാശയമുണ്ട്. അതായത് ആത്മീയതയും ഭാഷയുമായി വലിയ ബന്ധമുണ്ട്. ഇപ്പോൾ വേദപുസ്തകം തന്നെ നാം പരിശോധിച്ചാൽ ഭാഷ അല്ലെങ്കിൽ ആശയവിനിമയത്തിനുള്ള കഴിവിൻ്റെ ഉറവിടം ദൈവമാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് സംസാരിക്കുന്നത് ആരാണ്? ദൈവമാണ്. ഏത് സാഹചര്യത്തിലാണ് സംസാരിക്കുന്നത്? അത് സൃഷ്ടിയുടെ പശ്ചാത്തലത്തിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഭാഷയുടെ അല്ലെങ്കിൽ ആശയവിനിമയത്തിൻ്റെ പ്രാധാന്യം എത്ര വലുതാണ് എന്നതിന് ഇതിനെ കവച്ചൊരു ഉദാഹരണം നമുക്ക് വിഭാവന ചെയ്യുവാനോ അവതരിപ്പിക്കുവാനോ സാധ്യമല്ല. ദൈവം പറഞ്ഞു, അങ്ങനെ സംഭവിച്ചു. പറഞ്ഞു എന്ന് പറയുമ്പോൾ ഭാഷയെ ഉപയോഗിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ദൈവത്തിൻ്റെ ഭാഷ നമ്മുടെ ഭാഷ പോലെ തന്നെ ആകണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ദൈവം മലയാളം മാത്രമേ സംസാരിക്കുമായിരുന്നു, അല്ലെങ്കിൽ തമിഴ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ലാറ്റിൻ, അല്ലെങ്കിൽ ഗ്രീക്ക്, അല്ലെങ്കിൽ ഹീബ്രു, ഏതെങ്കിലും ഒരു ഭാഷ മാത്രമേ സംസാരിക്കുമായിരുന്നുള്ളൂ. എന്നാൽ ഭാഷയിൽ വന്ന ശിഥിലീകരണത്തിന് അപ്പുറത്ത് സ്ഥിതി ചെയ്തിരുന്ന എല്ലാറ്റിൻ്റെയും ഉറവിടമായ ഭാഷ, ദ മദർ ഓഫ് ഓൾ ലാംഗ്വേജസ്, എല്ലാ ഭാഷകളുടെയും മാതാവായ ഭാഷ, അതാണ് സൃഷ്ടിയുടെ ഉപാധിയായി ദൈവം ഉപയോഗിച്ചത് എന്ന് അനുമാനിക്കുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ കരുതുകയാണ്. അതിനെപ്പറ്റി ഞാൻ വളരെ ആധികാരികമായി പറയാൻ ആളല്ല. എന്നാൽ ദൈവം പറഞ്ഞു, അതുപോലെ സംഭവിച്ചു എന്നത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവം പറഞ്ഞു എന്ന് പറയുമ്പോൾ ആ ഉപാധിയാണെന്ന് ഭാഷ ആയിട്ട് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം പുസ്തകം, ക്രിസ്ത്യാനികളെ ആദ്യകാലം തൊട്ടേ അറിഞ്ഞുകൊണ്ടിരുന്നത് പുസ്തകത്തിൻ്റെ ആളുകൾ, പീപ്പിൾ ഓഫ് ദ ബുക്ക് എന്നാണ്. നാം ഇപ്പോൾ എത്രമാത്രം വേദപുസ്തകം വായിക്കുന്നു, അല്ലെങ്കിൽ മറ്റ് പുസ്തകങ്ങൾ വായിക്കുന്നു, നമ്മുടെ വായനശീലം എന്താണ്, ക്രിസ്ത്യാനികളുടെ സംസ്കാരത്തിൽ വായനയ്ക്ക് എന്ത് സ്ഥാനമുണ്ട്, ഇതൊക്കെ നാം അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ അതിനെപ്പറ്റിയൊന്നും നമ്മുടെ ഇടയിൽ ഒരു പരാമർശവും നടത്തി കേട്ടിട്ടില്ല, കേൾക്കുന്നില്ല എന്നതും ഈ സമയത്ത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ നിർബന്ധിതനാണ്. ഇനി യേശുവിനെ നാം ജീവൻ്റെ വചനമായിട്ടാണ്, ജീവിക്കുന്ന വചനമായിട്ടാണ് മനസ്സിലാക്കുന്നത്. ലിവിങ് വേർഡ്. ജീസസ് ഈസ് ദ ലിവിങ് വേർഡ്. വേദപുസ്തകം വചനമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, അത് യേശുവാണ് എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നു. അപ്പോൾ യേശുവിനെ പോലും ഭാഷയുമായിട്ടുള്ള ബന്ധത്തിൽ കൂടെയാണ് വേദപുസ്തകത്തിൽ അവതരിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ ഭാഷയ്ക്ക് ആത്മീയതയിൽ നാം കൽപ്പിക്കേണ്ട പ്രാധാന്യം എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാണ്. നമുക്കറിയാം, യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഏറ്റവും പ്രധാനമായി ഉപയോഗിച്ചത് ഭാഷ തന്നെയാണ്. അതുകൊണ്ടാണ് കുഷ്ഠരോഗി വന്ന് യേശുവിനോട് പറയുന്നത്, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ ഞാൻ ശുദ്ധനായിത്തീരും. ശതാധിപനോ തന്നെ പറയുന്നു, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ, ഭാഷ, നിൻ്റെ ഭാഷ. അപ്പോൾ ഇതിൽ കൂടെ എനിക്ക് ഇവരോടും വളരെ താഴ്മയോട് അപേക്ഷിക്കാനുള്ളത്, ക്രിസ്ത്യാനികളായ നാം എന്ന് മാത്രവുമല്ല, ഈ യൂട്യൂബ് ചാനലിൽ ദൈവകൃപയാൽ മറ്റ്
മതവിശ്വാസികളും പങ്കെടുക്കുന്നു. അവരോടുള്ള നിസ്സീമമായ സ്നേഹത്തിലും ബഹുമാനത്തിലും എനിക്ക് അവരോടും ഇത് തന്നെയാണ് പറയാനുള്ളത്. നമുക്ക് ഭാഷയോട് നാം വെച്ച് പുലർത്തുന്ന മനോഭാവം എന്താണ് എന്നതിനെപ്പറ്റി ഒന്ന് പുനഃപരിശോധന നടത്തുവാൻ ആവശ്യമുണ്ട്. ഇപ്പോൾ ഹിന്ദു മതത്തിലാണെങ്കിലും എന്തുകൊണ്ടാണ് സംസ്കൃതത്തിന് ഇത്ര വലിയ പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടത്? അതൊരു ഭാഷയാണ്. അത് സംസ്കൃതം എന്ന് പറയുന്ന ഒരു ഭാഷയുടെ മാത്രം പ്രത്യേകതയല്ല. ആ ഭാഷ വളരെയധികം വികസിച്ച ഭാഷയായിരുന്നതുകൊണ്ട്, അതിന് ഒരു സയൻറ്റിഫിക് ലിംഗ്വിസ്റ്റിക് ബേസ് ഉണ്ടായിരുന്നതുകൊണ്ട്, അത് ഏറ്റവും മനോഹരമായി അതിൻ്റെ പരിശുദ്ധിയിൽ വളർത്തുവാനും അതിൻ്റെ മാഹാത്മ്യം വർദ്ധിപ്പിക്കുവാനും അനേക സർഗാത്മക കഴിവുള്ള വലിയ വലിയ എന്താണ് പറയുന്നത്, ജീനിയസസ് അവർ ശ്രമിച്ചതിൻ്റെ ഫലമായി സംസ്കൃതത്തിന് ഒരു പ്രത്യേകമായ ഒരു നിലവാരമുണ്ടായി. അപ്പോൾ ദൈവത്തെ നാം അറിയുന്നത്, ദൈവത്തോട് നാം ആശയവിനിമയം നടത്തുന്നത്, അതിന് ഉപയോഗിക്കേണ്ട ഭാഷാമാധ്യമം ഏറ്റവും വികസിച്ച ഭാഷയായിരിക്കണം, ഏറ്റവും പരിശുദ്ധമായി സ്ഥിതി ചെയ്യുന്ന ഭാഷയായിരിക്കണം. മനുഷ്യ സൃഷ്ടിയുടെ മനുഷ്യ അനുഭവത്തിലുള്ള ഭാഷകളെ മുഴുവൻ പരിശോധിച്ചാൽ അതിൽ ഏറ്റവും മഹനീയമായിട്ടുള്ളത് ഏതാണ്? അതിൽ കൂടെ ആയിരിക്കണം എന്നത് ന്യായമായ ഒരു നിർബന്ധമാണ്. എന്നാൽ അവിടെ പ്രശ്നം വന്നത്, സംസ്കൃതം ഒരു വർഗത്തിൻ്റെയോ ഒരു വർണ്ണത്തിലുള്ള ആളുകളുടെയോ മാത്രം കുത്തകയാകുമ്പോൾ അതൊരു പ്രശ്നമായി തീരുന്നു. അതൊരു മറ്റൊരു വിഷയമാണ്. ഞാൻ ആ വിവാദത്തിലേക്ക് ഞാൻ കടക്കാൻ താല്പര്യപ്പെടുന്നില്ല. എന്ന് മാത്രവുമല്ല, ഇപ്പോൾ ഹിന്ദുമതം നോക്കുമ്പോൾ അതിൻ്റെ വലിയ നേട്ടങ്ങൾ, അതിൻ്റെ ഒരു ഭാഗം സാഹിത്യപരമാണ്. വലിയ വലിയ പദ്യങ്ങൾ, ഇംഗ്ലീഷിൽ എപ്പിക്സ് എന്ന് പറയും, മഹാകാവ്യങ്ങൾ, രാമായണ, മഹാഭാരത, അങ്ങനെയുള്ള വലിയ വലിയ കൃതികൾ. മഹാഭാരതയേക്കാൾ വലിപ്പമേറിയ ഒരു കൃതി ഉണ്ടായിട്ടില്ല. ഏതാണ്ട് 1,00,000-ൽ പരം ശ്ലോകങ്ങൾ അതിലുണ്ട്. അത് ഇങ്ങനെയുള്ള ഈ വലിയ സാംസ്കാരിക നേട്ടം കണ്ടിട്ടാണ് പാശ്ചാത്യ വിദഗ്ധന്മാർ, മാക്സ് മുള്ളറെ പോലെയുള്ളവർ അന്ധാളിച്ചു പോയത്. നിങ്ങൾ മാക്സ് മുള്ളറുടെ പുസ്തകം വായിച്ച് നോക്കിയാൽ, ഇന്ത്യ ആൻഡ് വാട്ട് ഇറ്റ് ക്യാൻ ടീച്ച് അസ്, എത്രയോ അത്ഭുതത്തോടും ബഹുമാനത്തോടും കൂടെയാണ് മാക്സ് മുള്ളർ അദ്ദേഹത്തിൽ തന്നെ ഒരു അത്ഭുതമാണ്. കാരണം അദ്ദേഹം ഭാരതത്തിൽ ഒരിക്കലും വന്നിട്ടില്ല. ഭാരതം സന്ദർശിക്കാതെ ഭാരത സംസ്കാരത്തെ ഏറ്റവും വ്യക്തമായി മനസ്സിലാക്കുകയും വളരെയധികം മാനിക്കുകയും ആരാധിക്കുകയും ചെയ്ത വ്യക്തിയാണ് മാക്സ് മുള്ളർ. അന്നത്തെ കാലത്ത് ICS പാസ്സായ ആളുകൾക്ക് ലണ്ടനിൽ വെച്ച് ട്രെയിനിങ് കൊടുക്കുമ്പോൾ അവർക്ക് ഭാരതത്തെ പറ്റിയുള്ള ഭാരത സംസ്കാരത്തെ പറ്റി പഠിപ്പിക്കാനായി പലപ്പോഴും ഉപയോഗിക്കപ്പെട്ടിരുന്ന മാക്സ് മുള്ളർ എന്ന് പറയുന്ന ആ മഹൽ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അന്ന് അവർക്കെടുത്ത ക്ലാസ്സുകളുടെ സമാഹാരമാണ് ഈ പുസ്തകം എന്നും കൂടെ ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ. അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ കാര്യമെടുത്താൽ ഖുർആനുണ്ട്. അത് സംബന്ധമായിട്ടുള്ള വലിയ വലിയ സാഹിത്യ ഭണ്ഡാരം അവർക്കുണ്ട്. അങ്ങനെ ഏത് മതമെടുത്താൽ, ബൗദ്ധമതമെടുത്താൽ ബുദ്ധൻ്റേതായ പഠിപ്പീരുകളും അതിൻ്റേതായ അതിൽ നിന്ന് ഉത്ഭവിച്ച വലിയ വലിയ സാഹിത്യ ഭണ്ഡാരവും അവർക്കുണ്ട്. അതുപോലെ തന്നെ ലോകത്തിലെ എല്ലാ മതങ്ങളും വിവിധ ഭാഷകളുടെ വികസനത്തിന് വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെ ഞാൻ മനസ്സിലാക്കുന്നതും എൻ്റെ അനുഭവത്തിൽ കൂടെ ഞാൻ അറിഞ്ഞതുമായൊരു കാര്യം, ഈ സമയത്ത് ഞാൻ എൻ്റെ ഒരു സാക്ഷ്യമെന്ന നിലയിൽ ഞാൻ മുൻപൊരു വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഞാൻ ഇംഗ്ലീഷ് ഭാഷ പഠിച്ചത് വേദപുസ്തകം വായിച്ചിട്ടാണ്, വായിക്കുക മാത്രമല്ല കാണാപ്പാഠം പഠിച്ചിട്ടാണ് എന്ന് ഞാൻ മുൻപും സമ്മതിച്ചിട്ടുള്ളതാണ്. അത് പച്ച സത്യമാണ്. ഇംഗ്ലീഷ് ഭാഷയുടെ സൗന്ദര്യവും രുചിയും മധുരവും, തേൻ പോലെയുള്ള മധുരവും ഞാൻ അറിഞ്ഞത് ഇംഗ്ലീഷ് വേദപുസ്തകം വായിക്കുകയും അതിൻ്റെ അനേക ഭാഗങ്ങൾ ചെറുപ്പത്തിലെ മനഃപ്പാഠമാക്കുവാൻ ശ്രമിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ്. അതിൻ്റെ ഗുണഫലം ഞാൻ ഇന്നും അനുഭവിക്കുന്നു.
ഞാനങ്ങനെ വേദപുസ്തകം വായിക്കുകയും ധ്യാനിക്കുകയും മനഃപ്പാഠം പഠിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായി എന്ത് നേട്ടമാണ് എനിക്കുണ്ടായത്? അതിലൊരു സുപ്രധാനമായ നേട്ടം, ഭാഷകളോട്, പ്രത്യേകിച്ച് ഞാൻ അറിയുന്ന 1-2 ഭാഷ, 2-3 ഭാഷകളോട് എനിക്ക് വലിയ ബഹുമാനമാണ്. അനേകം ഭാഷകൾ പഠിക്കാനുള്ള അവസരമോ ഭാഗ്യമോ എനിക്ക് ഉണ്ടായില്ല. എന്നാൽ അറിയാവുന്ന കുറഞ്ഞപക്ഷം 2 ഭാഷയെങ്കിലും ഒരു പരിധി വരെയെങ്കിലും വികസിപ്പിച്ചെടുക്കാൻ ഞാൻ ശ്രമിച്ചു. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷ, ഒരു വിദേശ ഭാഷ കൈവശമാക്കുക എന്ന് പറയുന്നത് ക്ലേശമേറിയ കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഞാൻ മലയാളം മീഡിയം മാത്രം പഠിച്ച് കോളേജിൽ വരെ എത്തിയ വ്യക്തിയാണ്. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇംഗ്ലീഷ് ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധി വരെ അല്പം പ്രാവീണ്യം പ്രാപിപ്പാൻ ഇടയായത് ഒരു വലിയ നേട്ടമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്നാൽ അതേസമയം തന്നെ മലയാള ഭാഷയിൽ വേണ്ടതുപോലെ വികസിക്കുവാനോ പ്രാവീണ്യം പ്രാപിപ്പാനോ ഇടയായില്ലല്ലോ എന്ന സങ്കടവും എനിക്ക് ഇന്ന് വർദ്ധിച്ചു വരുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഞാൻ ഭാഷ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ബഹുമാനത്തോടു കൂടെയാണ് ഞാൻ ഭാഷ കൈകാര്യം ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും ഭാഷയെ വികൃതമാക്കുവാൻ എൻ്റെ മനസ്സെന്നെ അനുവദിച്ചിട്ടില്ല. മൈ മൈൻഡ് റിവോൾവ്സ് അഗെയിൻസ്റ്റ് ദ വെരി പ്രോസ്പെക്റ്റ് ഓഫ് വൾഗറൈസിങ് എ ലാംഗ്വേജ്. നമുക്ക് ദൈവം തന്നതാണ് ഈ ആശയവിനിമയം ചെയ്യാനുള്ള കഴിവ്. അതുകൊണ്ട് ഭാഷ പരിശുദ്ധമാണ് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതേസമയം തന്നെ ഇതേ പരിശുദ്ധമായ ഉപാധി വളരെ അവിശുദ്ധമായ വിധത്തിൽ ഉപയോഗിക്കുകയും സൗന്ദര്യത്തിന് പകരം വികൃതവും, സന്തോഷത്തിന് പകരം ദുഃഖവും, ഉത്തേജനത്തിന് പകരം അപമാനവും പകരുവാൻ ഇതേ മാധ്യമം സമൃദ്ധമായി ഉപയോഗിക്കാം. മനുഷ്യൻ്റെ നാവ് കാട്ടുതീയേക്കാൾ നാശം ചെയ്യുമെന്ന് യാക്കോബ് തൻ്റെ ലേഖനത്തിൽ എഴുതിയിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അത് ആ ലേഖനത്തിൻ്റെ 3-ാം അധ്യായം വായിച്ചാൽ അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് ശേഖരിക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് ഏവരുമായി പറയാനുള്ളത്, നാം ആത്മീയത എന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ചുകൂടെ വ്യത്യസ്തമായ വിധത്തിൽ മനസ്സിലാക്കേണ്ട ഒരു ആവശ്യം ഇന്ന് നിലനിൽക്കുന്നു. ആത്മീയത ഒരു സംസ്കാരമാണ് എന്ന് മനസ്സിലാക്കുക. യേശു ദൈവരാജ്യം സാക്ഷീകരിച്ചു, ദൈവരാജ്യം പ്രസംഗിച്ചു. ദൈവരാജ്യം അതിൽ തന്നെ സമ്പൂർണ്ണമായൊരു സംസ്കാരമാണ്. ആ സംസ്കാരത്തിൻ്റെ മുഖമുദ്ര വെളിച്ചമാണ്. വെളിച്ചമെന്ന് പറയുന്നത് എല്ലാം അതിൻ്റെ പൂർണ്ണതയിലും പരിശുദ്ധിയിലും അതിൻ്റെ അപ്രമേയമായ സൗന്ദര്യത്തിലും സ്ഥിതി ചെയ്യുന്നു. ആ ഒരവസ്ഥയാണ്. ഇപ്പോൾ മനുഷ്യൻ്റെ വ്യക്തിത്വം തന്നെ എടുത്താൽ അത് മൃഗീയമായി നമുക്ക് വച്ചു പുലർത്താം, അതിനെ കുറച്ചുകൂടെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരാം. എന്നാൽ യേശു നമുക്ക് നൽകുന്ന ദർശനം എന്താണ്? നിങ്ങൾ സൽഗുണപൂർണരാകുവീൻ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ വ്യക്തിപരമായ സംസ്കാരത്തെയും ഒരു സമൂഹമെന്ന നിലയിൽ നാം പാലിക്കേണ്ട സംസ്കാരത്തെയും അത് സൂചിപ്പിക്കുന്നില്ലയോ? അങ്ങനെയുള്ള വളരെ വ്യക്തമായ മഹനീയമായ വ്യക്തിപരവും സാമൂഹികവുമായ സംസ്കാരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഭാഷ. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ വളരെ വ്യക്തമാണ്, ആത്മീകമായി സെൻസിറ്റിവിറ്റി ഉള്ള ആളുകൾ, ആത്മീകമായി ഉണർന്ന ആളുകൾ, ആത്മീകമായി മനസ്സ് വെളിച്ചം ഉൾക്കൊള്ളുവാൻ ഇടയായ ആളുകൾ ഭാഷ ഉപയോഗിക്കുമ്പോൾ അതിൽ വലിയ ഒരു സൗന്ദര്യമുണ്ടായിരിക്കും, ഒരു കാവ്യാത്മകതയുണ്ടായിരിക്കും. ഇത് മനസ്സിലാകുന്നതിന് വേണ്ടി മറ്റൊന്നും നിങ്ങൾ ചെയ്യേണ്ട, യേശുവിൻ്റെ ഭാഷ ശ്രദ്ധിച്ചാൽ മതി. യേശു ആശയവിനിമയം എങ്ങനെയാണ് നടത്തുന്നത് എന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ യേശുവിൻ്റെ ഒരു വാചകം, ഒരു വാക്ക്, അതിൽ സൗന്ദര്യരാഹിത്യം, വെളിച്ചത്തിൻ്റെ അഭാവം നിങ്ങൾക്ക് ഒന്ന് ചൂണ്ടിക്കാണിക്കാമോ? അതുകൊണ്ട് യേശു കഠിനമായി സംസാരിച്ചില്ല, മൂർച്ചയായി വിമർശിച്ചിട്ടില്ല എന്നർത്ഥമില്ല. പക്ഷേ യേശു വിമർശിക്കുമ്പോഴും അതിലും കാവ്യാത്മകതയുണ്ട്.
അതിൻ്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണ് മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം. ഞാൻ മുൻപൊരു വീഡിയോയിൽ ചെയ്തതുപോലെ ഇതിനേക്കാൾ മൂർച്ചയായ വിമർശനം നമുക്ക് വിഭാവന ചെയ്യാൻ കഴിയില്ല. പക്ഷേ ആ വിമർശനം ചെയ്യുവാനായി ഉപയോഗിക്കുന്ന ഭാഷ ഉദാത്തമാണ്. യാതൊരു സംശയവും വേണ്ട. അപ്പോൾ അതുകൊണ്ട് നാം ഭാഷയോട് വെച്ച് പുലർത്തുന്ന കാഴ്ചപ്പാടും ഭാഷ നാം ഉപയോഗിക്കുന്ന വിധവും എപ്രകാരമാണ് എന്ന് പ്രത്യേകമായി ഓർത്തിരിക്കേണ്ട ഒരു ആവശ്യം നമുക്കുണ്ട്. അപ്പോൾ നാം പറയുന്നു, നാം ജീവിക്കുന്ന വിശ്വാസ പാരമ്പര്യത്തിൻ്റെ ഉടമകളാണ്. വി ആർ ദ ഇൻഹെറിറ്റേഴ്സ് ഓഫ് എ ലിവിങ് ഫെയ്ത്ത് നമ്മൾ പറയത്തില്ലേ, ലിവിങ് ഫെയ്ത്ത്. അങ്ങനെ ജീവിക്കുന്ന വിശ്വാസം, അതിൻ്റെ ഒരു ഭാഗമാണ് ജീവിക്കുന്ന ഭാഷ, ജീവനുള്ള ഭാഷ. ജീവനുള്ള ഭാഷ വിശ്വാസം, ജീവിക്കുന്ന വിശ്വാസം ഉൾക്കൊള്ളുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ വിവിധ വശങ്ങളെ അത് സ്വാധീനിക്കുകയും അതിനെ വെളിച്ചമുള്ളതാക്കി തീർക്കുകയും ചെയ്യുന്നു. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നാം ചിന്തിക്കുമ്പോൾ അതിൽ സുപ്രധാനമെന്ന് നാം കരുതേണ്ട ഒരു ഘടകമാണ് ഭാഷ. അതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ ആ ഭാഷ നാം ഉപയോഗിക്കുന്ന രീതി എത്ര മഹനീയമാക്കി തീർക്കണം, അങ്ങനെ തീർക്കുന്നത് നമ്മുടെ ആത്മീയമായ കടമയും അച്ചടക്കവുമാണ് എന്ന ഒരു അവബോധം നമ്മുടെ ഇടയിൽ വേണ്ടതുപോലെ സ്ഥിതി ചെയ്യുന്നില്ല. അത് തിരിച്ചറിയുകയും ഈ ഒരു വിഷയത്തിൽ, ഈ ഒരു ആസ്പെക്റ്റിൽ നമുക്ക് വളരെയധികം മുൻപോട്ട് പോകുവാൻ കഴിയണം എന്ന് ഏവരോടും അപേക്ഷിക്കുക എന്നതാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ എൻ്റെ ലക്ഷ്യം. ഇനിയും ഒരു ഉദാഹരണം എന്ന പോലെ, ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ കുറേ നാൾ പഠിക്കുകയും ആജീവനാന്തം പഠിപ്പിക്കുകയും ചെയ്തു എന്ന് നിങ്ങൾക്കറിയാം. പൊതുവായ ധാരണ, അത് 100% ശരിയാണെന്ന് അവകാശവാദം എനിക്കില്ല, പക്ഷേ പൊതുവായ ധാരണ, സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ പഠിച്ച ഒരു വ്യക്തിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തതയുള്ളതായി കാണാൻ കഴിയും. യു ക്യാൻ പിക്ക് എ സ്റ്റിഫേനിയൻ ഫ്രം എ മില്യൺ എന്ന് അഹങ്കാരത്തോടുകൂടെ പറയും. അഹങ്കാരം ആർക്കും നല്ലതല്ല. എന്നാലും അതിൻ്റെ ഒരു ഭാഗം നിങ്ങൾ നോക്കുമ്പോൾ, അതിൻ്റെ ഒരു വശം നിങ്ങൾ നോക്കുമ്പോൾ എന്താണ്, ഭാഷ എപ്രകാരം ഉപയോഗിക്കുന്നു എന്നതാണ്. Stephanians are expected to communicate themselves with clarity, dignity and persuasiveness. അതിൻ്റെ ഒരു പരക്കെ അറിയപ്പെടുന്ന ഉദാഹരണമാണ് ശ്രീ ശശി തരൂർ. എന്നാൽ എല്ലാവരും ശശി തരൂർ പോലെ ആകണമെന്ന അഭിപ്രായം എനിക്കില്ല. പലപ്പോഴും ശശി തരൂർ ഒരു ലിംഗ്വിസ്റ്റിക് എക്സിബിഷനിസത്തിലേക്ക് പോകുന്നോ എന്നൊരു സംശയം എനിക്കുണ്ട്. ഐ ഡോണ്ട് ബിലീവ് ദറ്റ് എക്സിബിഷനിസം ഓഫ് എനി കൈൻഡ് ഈസ് ലെജിറ്റിമേറ്റ് ഇൻ ഹെൽത്തി കൾച്ചർ. സാംസ്കാരികമായ ഔന്നത്യമുള്ളവർ എക്സിബിഷൻസിലേക്ക് പോകരുത് എന്ന ഒരു അഭിപ്രായം എനിക്കുണ്ട്. എൻ്റെ അഭിപ്രായം ഞാൻ എല്ലാവരും അടിച്ചേൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. There are times I feel that Shashi Tharoor is inclined to slip into linguistic exhibitionism. അത് അദ്ദേഹം കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത് കൂടുതൽ പ്രയോഗിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മലയാളിയുടെ ദുരഭിമാനം, ദ വാനിറ്റി ഓഫ് മലയാളീസ്, അത് വ്യക്തമായിട്ട് അദ്ദേഹത്തിന് അറിയാം. ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം മാതൃഭാഷ നന്നേ കൈകാര്യം ചെയ്തൊരു വ്യക്തിക്ക് ഇവിടെ വിലയില്ല. അതേസമയം 2 പൊട്ട ഇംഗ്ലീഷ് വെച്ച് കാച്ചുന്നതിന് വലിയ വിലയാണ്. അങ്ങനെ ഇരിക്കുന്ന കേരളത്തിൽ ഔന്നത്യമേറിയ, അവിടെ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളുടെ ഒരു വലിയ ശൃംഖല തന്നെ പൊടുനിമിഷത്തിൽ നിമിഷകവി എന്ന പോലെ സൃഷ്ടിക്കാൻ ശശി തരൂരിന് അനിതര സാധാരണമായ കഴിവുണ്ട്. ഈ കാര്യത്തിൽ അദ്ദേഹത്താൽ കഴിവുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടില്ല, വിദേശങ്ങളിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. കാരണം ഈ ഒരു കല അദ്ദേഹം വളരെ വളരെ പ്രത്യേകതയോടെ ശ്രദ്ധ വെച്ച് മെനക്കെട്ട് വളർത്തിയെടുത്തു എന്നതാണ്. അതിൻ്റെ മേന്മ അദ്ദേഹത്തിന് ലഭിക്കണം, അതിലെനിക്ക് പരാതിയില്ല, അത് നല്ലതാണ്. പക്ഷേ അതേസമയം തന്നെ എല്ലാവരും ശശി തരൂരിനെ പോലെ ആകേണ്ട ആവശ്യമില്ല, ആകരുത്. എന്നാൽ അതേസമയം തന്നെ എവറി ഹ്യൂമൻ ബീയിങ് മസ്റ്റ് ബി ഡിഗ്നിഫൈഡ് ഇൻ ദ വേ ഹി കമ്മ്യൂണിക്കേറ്റ്സ്, ഇൻ ദ വേ ഹി യൂസസ് ലാംഗ്വേജ്. ഭാഷ ഉപയോഗിക്കുന്ന രീതിയിൽ ഒരു സ്റ്റൈൽ ഉണ്ടാകണം. എന്ന് പറയുമ്പോൾ ഞാൻ ഈ ചീപ്പായിട്ടുള്ള അർത്ഥത്തിലല്ല,
ഫാഷൻ അങ്ങനെയല്ല. സ്റ്റൈൽ ഇവിടെ അതിൻ്റെ അർത്ഥം നാം ഏത് ആശയം വിനിമയം നടത്തുന്നു അതിൻ്റെ ഗാംഭീര്യത്തോട് ആനുപാതികമായി ഭാഷയുടെ ഗാംഭീര്യം ഉയർത്തുക. മാച്ച് ദി എക്സ്പ്രഷൻ വിത്ത് ദി എക്സ്പീരിയൻസ്, അതാണ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ വലിയ ഒരു ആശയം, ബൗദ്ധികമായി വളരെ ഉന്നതത്തിലിരിക്കുന്ന ഒരാശയം, അത് അടുക്കള ഭാഷയിൽ സംസാരിച്ചാൽ ശരിയാകുകയില്ല. അതിൻ്റേതായ ഒരു ഭാഷാപരമായ ഒരു അന്തസ്സുണ്ടാകണം എന്നതാണ് എൻ്റെ പക്ഷം. അപ്പോൾ ഭാഷ ഉപയോഗിക്കുന്നതിൽ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ പഠിച്ച ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന ഒരു ധാരണ കോളേജിലുണ്ട്. അതുകൊണ്ട് തന്നെ ഭാഷയെ വികൃതമാക്കുന്നതിൽ വലിയ അഭിമാനം ആരും കാണാൻ അല്ലെങ്കിൽ അങ്ങനെ എടുത്തു കാണിക്കാൻ ശ്രമിക്കാറില്ല. പക്ഷേ കാലം മാറുന്നതോടുകൂടി സംസ്കാരത്തിൽ മാറ്റം വരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് അമേരിക്കൻ ഇൻഫ്ലുവൻസ്, സ്ലാങ് ഒക്കെ ഉപയോഗിക്കുന്നതിലാണ്ട് വലിയ കാര്യമുണ്ടെന്നൊക്കെ ധരിക്കുന്ന ആളുകൾ അങ്ങനെ ഭാഷയോടുള്ള അപമാനമല്ല, ബഹുമാനരാഹിത്യം ചിലപ്പോഴൊക്കെ കാണിക്കാറുണ്ട്. എൻ്റെ കാലത്ത് ഞാനതിനെ ചെറുത്തിരുന്നു. എന്തുകൊണ്ടാണ് ഭാഷ ഇങ്ങനെ വൾഗറൈസ് ചെയ്യുന്നത്, അതിൻ്റെ പുറകിൽ വർത്തിക്കുന്ന സാംസ്കാരികമായ ഉത്തരവാദിത്തരാഹിത്യം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ വിദ്യാർത്ഥികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു. ഭാഷ അതിൻ്റെ പരിശുദ്ധിയിൽ ഉപയോഗിക്കുവാൻ ഞാൻ കൂട്ടാക്കിയിരുന്നു. അതെൻ്റെ ബൗദ്ധികവും ആത്മീകവുമായ അച്ചടക്കത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായി ഞാൻ എന്നും കരുതിയിരുന്നു. ഇന്നും ഞാൻ മലയാളവും ഇംഗ്ലീഷും കൈകാര്യം ചെയ്യുമ്പോൾ അത് ഏറ്റവും ഭംഗിയായി തന്നെ കൈകാര്യം ചെയ്യണമെന്ന വലിയ നിർബന്ധമുള്ള വ്യക്തിയാണ്. എൻ്റെ ഭാഷയുടെ സൗന്ദര്യം, അതിൻ്റെ മാധുര്യം, അതിൻ്റെ ആന്തരികമായ ആത്മാവ് വർദ്ധിപ്പിച്ചെടുക്കുന്നതിൽ ഞാൻ ഇന്നും വളരെയധികം അധ്വാനിക്കുന്ന വ്യക്തിയാണ്. ഞാനിത് സ്വയം പ്രശംസയായിട്ട് പറയുന്നതല്ല, ഇത് നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഇതിനെനിക്ക് ഇൻസ്പിറേഷനായിട്ടുള്ളത്, എനിക്ക് മാതൃകയായിട്ടുള്ളത് യേശു തന്നെയാണ്. യേശുവിനെ പോലെ ഒരാശയം അവതരിപ്പിച്ചിട്ട് ഈ ലോകത്ത് നിന്ന് കടന്നു പോകുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ എപ്പോഴും വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാറുണ്ട്. ആ ഓരോ വാക്കുകൾ, ആശയങ്ങൾ അവതരിപ്പിക്കുന്ന വിധങ്ങൾ 2000 വർഷമായിട്ടും യേശു പറഞ്ഞ ഒരു പ്രസ്താവനയുടെയും അവതരിപ്പിച്ച ഒരു ആശയത്തിൻ്റെയും പുതുമയോ മേന്മയോ സൗന്ദര്യമോ മാധുര്യമോ കുറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഭാഷ എത്ര മഹനീയമായിട്ടാണ് യേശു കൈകാര്യം ചെയ്തത്. അത് യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ, ആ ദീപ്തമായ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും ആധികാരികമായ ഒരു വശമാണ് എന്ന് പറയുവാൻ, എന്ന് അടിവരയിട്ട് പറയുവാൻ എനിക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് ദയവായി നാം ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടോ ഭാഷയെ വികൃതമാക്കുന്നതിൽ ഏതോ വലിയ കാര്യമുണ്ട്. ഞാൻ ഈ ചിന്തയുടെ ആദ്യ ഭാഗത്ത് മറുഭാഷയെപ്പറ്റി പറഞ്ഞു. ഞാൻ ഈ ചിന്ത അവസാനിക്കുമ്പോൾ പാതിരി മലയാളത്തെ കൂടെ പറയേണ്ട ആവശ്യമുണ്ട്. പാതിരിമാർ, പുരോഹിതന്മാരും തിരുമേനിമാരും ഒക്കെ പ്രസംഗിക്കുമ്പോൾ മലയാള ഭാഷയിട്ട് വലിച്ചിട്ട് ഉരുട്ടി നിലത്തിട്ട് കീറി അവിടെ ഇട്ട് ചവിട്ടിയൊക്കെയാണ് പ്രസംഗിക്കുന്നത്. അനാവശ്യമായിട്ട് വലിച്ച് നീട്ടി ഓരോ എന്താ പറയുന്നത് സെൻറ്റൻസ്, ഓരോ വാചകത്തെയും വളച്ചൊടിച്ച് ഒന്നും നേരെ ചൊവ്വേ പറയരുത്. അപ്പം അങ്ങനെ വളച്ചൊടിച്ച് വ്യക്തതയെ ഇല്ലാതാക്കി ആകെപ്പാടെ പുകമറ പോലെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ ഏതാണ്ട് വലിയ ആത്മീകമായ ഒരു മേന്മയുണ്ടെന്നൊക്കെ ധരിക്കുന്ന ആ അല്പത്തരമാണിത്. ഭാഷയുടെ നന്മ, സൗന്ദര്യം, മാധുര്യം നശിപ്പിക്കുന്നവൻ ദൈവത്തെ അറിയാത്തവനാണ്. കാരണം ഭാഷ, ആശയവിനിമയ കഴിവ്, ഇതൊക്കെയും ദൈവം മനുഷ്യന് നൽകിയ പരിശുദ്ധമായ മഹനീയമായ തുല്യതയില്ലാത്ത വലിയ അനുഗ്രഹമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ദൈവത്തോടുള്ള കടമ എന്ന രീതിയിൽ ഭാഷ ഉപയോഗിക്കുമ്പോൾ വിനയത്തോടും അതേസമയം തന്നെ വലിയ അഭിമാനത്തോടും ചുമതല ബോധത്തോടും ആവേശത്തോടും ഭാഷയുടെ മാഹാത്മ്യം, ഭാഷയുടെ സൗന്ദര്യം എത്രമാത്രം അവതരിപ്പിക്കുന്ന ആശയങ്ങളോട് ഇണചേർത്തുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ എത്തിക്കാൻ കഴിയണം
എന്ന നിരന്തരമായ അന്വേഷണം എന്നെ എപ്പോഴും ഈ ഒരു മേഖലയിൽ ബൗദ്ധികമായ സൗമ്യതയുള്ളവനായി നിലകൊള്ളുവാൻ സഹായിച്ചിട്ടുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ച്, വളരെ ബൃഹത്തായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് നാം ഇന്ന് കൈകാര്യം ചെയ്തത് എന്നുകൂടെ ഏവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു.